1500 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ക്രിസ്താബ്ദം 595, ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മനോഹരമായ ഒരു വിവാഹം നടന്നു. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹദി ഖദീജ ബീവിയുടെയും വിവാഹം. പ്രവാചകനും 15 വർഷങ്ങൾക്ക് മുന്നേ ബനു അസദ് ഗോത്രത്തിൽ ജനിച്ച ഖുവൈലിദിന്റെയും ഫാത്തിമയുടെയും പൊന്നോമന പുത്രി, ഖുറൈശികളുടെ രാജകുമാരി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഒരിക്കൽ ആ ഖദീജ ബീവി മക്കക്കാരുടെ അല്ലമീനിനെ കാണാനിടയായി. കച്ചവടത്തിനായി വന്ന പ്രവാചകരുടെ സത്യസന്ധതയും സൽസ്വഭാവവുമെല്ലാം ബീവിയെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ മക്കയിലെ ഏറ്റവും കുലീനയായ ഖദീജ ബീവി 25 വയസ്സ് മാത്രം പ്രായമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവാഹാഭ്യർത്ഥന നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടെ ഖദീജ ബീവിയുടെ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. ക്രിസ്താബ്ദം 595 സകലരെയും സാക്ഷി നിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവിയുടെയും വിവാഹം നടന്നു. 20 ഒട്ടകങ്ങളായിരുന്നു അന്ന് മഹറായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. 24 വർഷങ്ങൾ നീണ്ടുനിന്ന ആ മനോഹരമായ ദാമ്പത്യത്തിൽ 6 പൊന്നോമനകൾ പിറന്നു. ഖാസിം, അബ്ദുള്ള എന്നിങ്ങനെ 2 ആൺമക്കളും സൈനബ, റുഖയ്യ, ഉമ്മു കുൽസു, ഫാത്തിമ എന്നിങ്ങനെ 6 പെൺമക്കളും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിയോട് പറയുന്നുണ്ട്, മാ അബ്ദുലില്ലാഹു ഖൈറൻ മിൻഹ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം എന്റെ ഖദീജയാണ്. കാരണം എന്താണെന്ന് ആയിഷ ബിവി ചോദിക്കുന്നതിന് മുന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തുടങ്ങി. കാരണം ആമനത് ബി ഇത് കഫറ ബിന്നാസ്, എന്നെ മക്കക്കാര് മുഴുവൻ, ഈ ലോകം മുഴുവൻ എന്നെ നിഷിദ്ധമാക്കിയപ്പോഴും, എന്നെ കുഫ്ർ നടത്തിയപ്പോഴും, എന്നെ നിഷേധിച്ചപ്പോഴും എന്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ വിശ്വസിച്ചത് എന്റെ ഖദീജയായിരുന്നു. അപ്പൊ സ്വദ്ദഖത്തിനി ഇത് കസ്സബനിന്നാസ്, അൽ അമീൻ എന്ന് മാത്രം എന്നെ വിളിച്ചിരുന്ന ഒരു ജനത മുഴുവൻ എന്നെ കള്ളനാണെന്ന് പറഞ്ഞ് ആട്ടിയോടിച്ചപ്പോഴും എന്റെ കൂടെ നിന്നിട്ട് എന്നെ സത്യമാക്കിയത് എന്റെ ഖദീജയാണ്. അപ്പൊ വാസത്തിനെ ബി മാലിഹ ഇത് ഹറമനിന്നാസ്, എന്നെയും എന്റെ സ്വഹാബാക്കളെയും എല്ലാത്തിൽ നിന്നും ആട്ടിയോടിച്ചിട്ട് എല്ലാം ഞങ്ങൾക്ക് നിഷേധിച്ച സമയത്ത് അവളുടെ സമ്പത്തിൽ നിന്നെടുത്തിട്ട് എനിക്ക് വേണ്ടി ചെലവാക്കിയത് എന്റെ ഖദീജയാണ്. ക്രിസ്താബ്ദം 619, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിലെ ആമുൽ ഹുസ്ൻ എന്ന് വിശേഷിപ്പിച്ച വർഷം, തന്റെ കൂടെ 25ഓളം വർഷം താങ്ങും തണലുമായി നിന്നിരുന്ന തന്റെ പ്രിയപ്പെട്ട ഖദീജ ഈ ലോകത്തോട് വിട പറഞ്ഞ വർഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ട അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസം. മൊത്തത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുള്ള ആ ഒരു വർഷം.